വീട്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടിയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. അങ്ങനെയുള്ള ആ വീടിൻ്റെ അയൽപക്കത്ത് ഒരു മരണം നടക്കുകയാണ്. മരിച്ചിരിക്കുന്നത് 35-കാരിയായ അജിത ബീഗത്തിൻ്റെ അച്ഛനാണ്. അജിത ബീഗത്തിന് അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ അച്ഛനാണ് മരിച്ചിരിക്കുന്നത്. ഈ ഒരു ദരിദ്ര കുടുംബവുമായിട്ട് വളരെ നല്ല അടുപ്പമാണ് അജിതയ്ക്ക്. അജിതയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോവുകയും അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്തിരുന്നതാണ് ഈ പെൺകുട്ടി. അങ്ങനെ ഇരിക്കെയാണ് അജിത ബീഗത്തിൻ്റെ അച്ഛൻ്റെ മരണം നടന്നിരിക്കുന്നത്. ആ മരണത്തിൻ്റെ ചടങ്ങുകളും പ്രാർത്ഥനകളും ഒക്കെ അവിടെ ദിവസങ്ങളായി നടക്കുന്നതിനാൽ ഈ കുട്ടി ആ വീട്ടിൽ തന്നെയാണ് പകുതി നേരവും. അജിതയുമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഇവൾ ഒരു പ്രാവശ്യം അവളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അജിതയോട് പറയുകയാണ്. തനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്, സിനിമക്കാരെയും ഇഷ്ടമാണ്, സിനിമയിൽ അഭിനയിക്കണമെന്നതും എനിക്ക് വലിയൊരു ആഗ്രഹം മനസ്സിൽ നിൽക്കുകയാണെന്ന്. ഇത് കേട്ട അജിത അവൾക്ക് അതിനുള്ളൊരു അവസരം ഒരിക്കൽ നേടിക്കൊടുക്കുമെന്ന് വാക്കുകൊടുത്തു. ആ പെൺകുട്ടി ആ വാക്ക് മുറുകെ പിടിക്കുകയാണ്. അങ്ങനെ രാവിലെ അജിത ബീഗത്തിൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്, അതിന് പോയിട്ട് വരാമെന്ന് അച്ഛനമ്മമാരോട് പറഞ്ഞ് ഇവള് അങ്ങോട്ടേക്ക് പോയി. ഉച്ചയായി, വൈകുന്നേരമായി, സന്ധ്യയായി. ഈ പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ഒടുവിൽ ഇവളുടെ അനുജൻ ചേച്ചിയെ തിരക്കി അയൽപക്കക്കാരിയായ അജിതയുടെ വീട്ടിലെത്തി. ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരാൻ അച്ഛൻ പറഞ്ഞു എന്ന് അവൻ പറഞ്ഞതും അജിത അവനോട് പറയുകയാണ്, ഇവിടെ അവൾ ഇന്ന് ദിവസം എത്തിയിട്ട് പോലുമില്ല. ഇത് കേട്ട് ആ ചെറിയ പയ്യൻ വീട്ടിലേക്ക് തിരിച്ചോടി. വീട്ടുകാരും ഞെട്ടിപ്പോയി. അവർക്കുറപ്പായിരുന്നു അവൾ മറ്റൊരിടത്തും പോകില്ല, അജിതയുടെ വീട്ടിലാണ് എത്തിയതെന്ന്. എന്നാൽ വീട്ടുകാരോട് അജിത ഉറപ്പിച്ച് പറയുകയാണ് അവൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല എന്ന്. ആ വീട്ടുകാർക്ക് ആകെ വെപ്രാളം വരികയാണ്. എന്താണ് ആ പെൺകുട്ടിക്ക് ശരിക്കും സംഭവിച്ചത്? അവൾ എവിടെയാണ് പോയത്? ആ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ആ കുടുംബം മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് വിതുര പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ പരാതി കൊടുത്തപ്പോൾ പോലീസ് അജിത ബീഗത്തിൻ്റെ വീട്ടിൽ തിരച്ചിൽ നടത്തി. അച്ഛൻ പറഞ്ഞത് ഉറപ്പിച്ചത് കൊണ്ടാണ് അവിടെ തന്നെ തിരച്ചിൽ ആദ്യം നടത്തുന്നത്. അവിടെ പെൺകുട്ടി ഇല്ലെന്ന് മനസ്സിലാക്കി പല സ്റ്റേഷനുകളിലും കുട്ടിയുടെ ഫോട്ടോ പാസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു അറിവും കിട്ടിയില്ല. അങ്ങനെ 9 മാസം കടന്നുപോയി. അപ്പോഴാണ് അന്നത്തെ കമ്മീഷണറായ സെൻകുമാർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും 2 പോലീസുകാർ ഈ അച്ഛനമ്മമാരെ കാണാൻ ഇവരുടെ വീട്ടിലേക്ക് വരുന്നത്. അവർ പറഞ്ഞത്, നിങ്ങളുടെ മകളെ ഒരു ഹോട്ടലിൽ നിന്നും ഒരു പുരുഷനൊപ്പം റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം. ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ പോലീസുകാർക്കൊപ്പം സ്റ്റേഷനിലെത്തിയ അച്ഛനും അമ്മയും മകളെ അനാശാസ്യത്തിന് പിടിച്ചുവെന്ന് കേട്ട് പൊട്ടിക്കരഞ്ഞുപോയി. അവളെ കോടതിയിൽ പോലീസ് ഹാജരാക്കുകയും അവിടെ നിന്ന് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എറണാകുളത്ത് പോലുള്ള ഒരു സിറ്റിയിൽ മകളെ ജാമ്യത്തിലിറക്കാൻ ആരെ കാണണം, എന്ത് ചെയ്യണമെന്നറിയാതെ കോടതി വരാന്തയിൽ കയറി ഇറങ്ങിയ മാതാപിതാക്കൾ ചിരിൽ നിന്നും കേട്ടറിഞ്ഞു വച്ചിട്ട് പ്രഗത്ഭയായ അഡ്വക്കേറ്റ് സുബലക്ഷ്മിയുടെ മുന്നിൽ എത്തിപ്പെട്ടു. നടന്ന സംഭവങ്ങളെല്ലാം കേട്ടറിഞ്ഞ അഡ്വക്കേറ്റ് സുബലക്ഷ്മി ഒരാഴ്ചക്കകം ആ 16-കാരിയെ ജാമ്യത്തിലിറക്കി. പിന്നീട് അവർ അഡ്വക്കേറ്റ് സുബലക്ഷ്മിയെ സാക്ഷിയാക്കി പോലീസിന് മുന്നിൽ മൊഴി കൊടുക്കുകയാണ്. ആ മൊഴി കേട്ട് ആ ചേംബറിലിരുന്ന സകലരും ഞെട്ടിപ്പോയി. 9 മാസം താൻ എവിടെയായിരുന്നുവെന്നും താൻ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്നും അവൾ തുറന്നടിച്ചു. അയൽക്കാരിയായ അജിത ബീഗത്തിനോട് വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ പറയുമ്പോൾ അവർ ഒരിക്കൽ ഈ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എറണാകുളത്ത് അറിയാവുന്ന 2-3 VIP-കളുടെ വീടുണ്ട്, അവിടെ വീട്ടുജോലിക്ക് നിന്നാൽ നിനക്ക് കൈ നിറച്ച് ശമ്പളവും വസ്ത്രങ്ങളും നല്ല ആഹാരവും ഒക്കെ കിട്ടും. വീട്ടിലേക്ക് ആ കാശ് അയച്ചു കൊടുക്കാൻ കഴിയുന്നതോടെ ദാരിദ്ര്യം മാറി നിന്റെ കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷേ എന്നാൽ നിന്റെ വീട്ടുകാരറിഞ്ഞ് നിനക്ക് എറണാകുളത്ത് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലം അവരറിയാതെ പോകാമെന്ന്. എന്നാൽ അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും വിട്ട് ഒളിച്ചോടിപ്പോകാൻ അവൾക്ക് ധൈര്യമില്ല. അതിനും അജിതയ്ക്കൊരു മറുപടി ഉണ്ടായിരുന്നു. കാശ് കിട്ടുന്നതോടെ നിന്റെ വീട്ടുകാർ നിന്നോട് ക്ഷമിച്ചോളും, പിന്നെ ഇടയ്ക്കൊന്ന് നാട്ടിലേക്ക് വന്നു പോവുകയും ചെയ്യാം. ഇത് മാത്രവുമല്ല, അജിത ഒരു കാര്യം കൂടി ആ പെൺകുട്ടിയോട് പറയുകയാണ്. എനിക്ക് പരിചയമുള്ള സുരേഷ് എന്ന് പറയുന്ന ഒരാൾ നാളെ രാത്രി 12 മണിക്ക് കാറുമായി ഇവിടെ എത്തും.
അയാൾക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമാണ്. സിനിമയിലും നിനക്ക് ചിലപ്പോൾ ചാൻസ് വാങ്ങിത്തരും. അയാൾക്കൊപ്പം നമുക്ക് 2 പേർക്കും നാളെ എറണാകുളത്തേക്ക് പോകാം. തൽക്കാലം ഇതാരും അറിയണ്ട. ഇത് കേട്ട പെൺകുട്ടി അജിതയുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് രാവിലെ തന്നെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുവെന്ന് പറഞ്ഞ് അജിതയുടെ വീട്ടിലേക്ക് പോകുന്നത്. സന്ധ്യയ്ക്ക് ചേച്ചിയെ അന്വേഷിച്ച് വന്ന അനുജനോട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലെന്ന് അജിത കള്ളം പറഞ്ഞിട്ട് അന്നേരം ഈ പെൺകുട്ടിയെ അവരുടെ കട്ടിലിനടിയിൽ കയറ്റി ഒളിപ്പിച്ചിരുത്തി. ശേഷം 12 മണിയായതും ഒരു ഒമിനി വാനിൽ സുരേഷ് എന്ന ഒരാൾക്കൊപ്പം അവളെ കയറ്റി വിടുകയാണ്. ആ വാനിലേക്ക് കയറാൻ നേരവും ഈ പെൺകുട്ടി അജിതയോട് ചോദിക്കുകയാണ്, ചേച്ചി വരുന്നില്ലേ എന്ന്. അപ്പോൾ അജിത പറഞ്ഞത്, അമ്മയുടെ കാര്യം ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞാൻ നാളെ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്നാണ്. തീർച്ചയായിട്ടും ഞാൻ നാളെ ഉച്ചയ്ക്കകത്ത് അവിടെ എത്തുമെന്ന് അജിത ആശ്വാസവാക്കും പറഞ്ഞു. ഇത് വിശ്വസിച്ച് ആ വണ്ടിയിൽ കയറി അവൾ പിന്നീട് തനിക്ക് ഉണ്ടാവാൻ പോകുന്ന കൊടും ചതിയെപ്പറ്റി അറിഞ്ഞതേയില്ല. നീണ്ട 9 മാസങ്ങൾ അവൾക്ക് ഓർക്കാൻ പോലും സാധിക്കാത്ത ലൈംഗിക പീഡനങ്ങൾ പല സ്ഥലങ്ങളിൽ പല ആൾക്കാരിൽ നിന്നും അവൾക്ക് നേരിടേണ്ടി വന്നു. 40 പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിലും കൂടുതൽ ആൾക്കാർ ഈ കേസിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സിംഗപ്പൂരിൽ നിന്നുമൊക്കെ ആൾക്കാർ ഇവളെ തേടി വന്നു. ഓരോ ആൾക്കാർ പല നാട്ടിൽ നിന്ന് വന്ന് ഇവളെ ഉപദ്രവിക്കുമ്പോഴും ഇവർക്ക് ലഹരി ചേർത്ത പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുകയും ഇവരുടെ ശരീരത്തിൽ പല മരുന്നുകൾ കുത്തിവെക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെയൊക്കെ കമ്മീഷൻ സംഘത്തലവനായ സുരേഷും കൂട്ടരും വീതിച്ചെടുത്തു. ഇതിൽ 1-ാം പ്രതി ഷംസുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്ന ഈ സുരേഷ് ആയിരുന്നു. ഈ കേസിൽ 36 പേര് കുറ്റക്കാരല്ല എന്നും പറഞ്ഞ് തെളിവുകളില്ല എന്ന ഒരൊറ്റ കാരണം പറഞ്ഞ് കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. പ്രതികളിൽ പലരും സമൂഹത്തിലെ ഉന്നതരായിരുന്നു. മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ KC പീറ്റർ, ആലുവ മുൻ DYSP TU മുഹമ്മദ് ബഷീർ, മുൻ എക്സൈസ് കമ്മീഷണർ TM ശശി, കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് കൈമൾ, നടൻ ജഗതി ശ്രീകുമാർ, എക്സൈസ് കമ്മീഷണർ OC കുട്ടൻ, ജേക്കബ് മുത്തേടൻ, മാജൻ, അസീസ്, സുനിൽ തോമസ്, ടോണി ആൻ്റണി, ഇങ്ങനെ നീണ്ടു പോകുന്നു VIPകളുടെ പേരുകൾ. ഇതിൽ വിധി പറഞ്ഞ സ്പെഷ്യൽ കോടതി ജഡ്ജി KK ബാബുരാജ് ജഗതി ശ്രീകുമാറിനെ രക്ഷിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു, പെൺകുട്ടിയുടെ സമ്മതമില്ലാതെയാണ് ഇതൊക്കെ നടന്നതെന്ന് തെളിയിക്കാൻ തെളിവൊന്നുമില്ല. അതുകൊണ്ട് ഇതൊരു ബലാത്സംഗമായി കണക്കിലെടുക്കാൻ പറ്റില്ല. ഈ ഒരു വിധി പ്രസ്താവിച്ചതിന് ശേഷം ജഗതി ശ്രീകുമാറിനെയും കൂട്ടരെയും രക്ഷപ്പെടുത്തിയിട്ട് ആ ഒരു വിധി പറഞ്ഞതോടെ ജഡ്ജി KK ബാബുരാജ് അപ്പോൾ തൻ്റെ വിധി എഴുതിയ ആ പേനയുടെ മുന കുത്തിയൊടിച്ചു. അതിനുശേഷം അദ്ദേഹം വളരെ കടുത്ത മാനസിക പിരിമുറുക്കത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കളും കുടുംബക്കാരും പറഞ്ഞു. ഒരിക്കൽ താൻ ഈ അന്യായ വിധി പറയാൻ കാരണം സുപ്രീം കോടതിയിലെ മലയാളിയായ ഒരു ജഡ്ജി തന്നെ കൊണ്ട് പ്രഷർ തന്ന് പറയിപ്പിച്ചതാണെന്നും കൂടി അദ്ദേഹം പലരോടും പറഞ്ഞു. 2011 ജൂലൈ 11 ആലപ്പുഴ ജില്ലാ ജഡ്ജി ആയിരിക്കെ തന്നെ അദ്ദേഹത്തിനെ അന്വേഷിച്ച് ചെന്ന ഗുമസ്തൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണുന്നത് സ്വയം ജീവനൊടുക്കി അദ്ദേഹം നിൽക്കുന്നതാണ്. പക്ഷേ ഇതിൽ വിട്ടേക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ കോടതി വെറുതെ വിട്ടില്ല. ജഗതി ശ്രീകുമാർ 2012 മലപ്പുറം ജില്ലയിൽ വച്ചുണ്ടായ കാർ അപകടത്തിൽപ്പെട്ടു. അന്ന് മുതൽ അദ്ദേഹം വീൽചെയറിലാണ്. പെൺകുട്ടിയെ ചതിച്ച് ഈ ഒരു സംഘത്തിന് കൈമാറിയ അയൽക്കാരിയായ അജിത ബീഗം കേസ് നടന്നുകൊണ്ടിരിക്കവെ തന്നെ ആസിഡ് കുടിച്ച് ജീവിതം അവസാനിപ്പിച്ചു. കേസിലെ മറ്റൊരു പ്രതിയായ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് കൈമൾ കേസിന് ശേഷം അയാൾക്ക് കുടുംബവും ജോലിയും എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാവരുടെ മുന്നിലും നാണം കെട്ട് ജീവിച്ച ആ മനുഷ്യൻ സ്വയം ജീവനൊടുക്കി. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ KC പീറ്ററിന് തൊണ്ടയിൽ ക്യാൻസർ എന്ന രോഗം പിടിപെട്ടു. തന്നെ പീഡിപ്പിച്ച ഹാസ്യ നടനെപ്പറ്റി വർഷങ്ങൾക്ക് ശേഷം പെൺകുട്ടി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞു, സിനിമയിൽ ഞാൻ കണ്ട് എന്നെ പൊട്ടിച്ചിരിപ്പിച്ച അയാൾ അന്ന് ആ മുറിയിലേക്ക് കയറി വന്നു. അയാൾ വന്നയുടനെ മദ്യപിച്ചു. അയാളെ കണ്ട് അന്ന് എനിക്ക് ഭയം തോന്നി. എന്നെ ഒന്നും ചെയ്യരുതേ, രക്ഷിക്കണമേ എന്ന് ഞാൻ അയാളുടെ മുമ്പിൽ കൈകൂപ്പി കട്ടിലിനടിയിൽ പതുങ്ങിയിരുന്നു. പക്ഷേ അയാൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ എന്നെ വലിച്ചു പുറത്തിട്ട് എന്നെ ഉപദ്രവിച്ച ശേഷം മടങ്ങിപ്പോയി. കോടതി വിട്ടെങ്കിലും അയാൾ ഇന്ന് അനുഭവിക്കുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്നെ ഉപദ്രവിച്ച ആരെയും ദൈവം വിട്ടില്ല, അതിലേറെ സന്തോഷമുണ്ട് എന്നാണ് ആ പെൺകുട്ടി അന്ന് പറഞ്ഞത്.
അന്ന് ആ കേസ് അന്വേഷണ സമയത്ത് വാത്സല്യവും കരുതലും തനിക്ക് നൽകിയ 3 പേരുടെ പേര് ആ പെൺകുട്ടി എടുത്തു പറഞ്ഞിരുന്നു. 1 കമ്മീഷണറായിരുന്ന TP സെൻകുമാർ, 2 SI ലക്ഷ്മിക്കുട്ടി, 3 അഡ്വക്കേറ്റ് സുബലക്ഷ്മി H. 30 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ അനാശാസ്യത്തിന് പിടിച്ചാൽ അവരുടെ മാതാപിതാക്കളെ കർശനമായിട്ടും ആ വിവരം അറിയിക്കണമെന്ന് TP സെൻകുമാറിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ആ തീരുമാനം കാരണമാണ് അന്ന് ആ മാതാപിതാക്കൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ആദ്യ സമയത്ത് വിവരങ്ങൾ പുറത്തുവിട്ടാൽ മാതാപിതാക്കളെ കൊല്ലുമെന്നും അനിയത്തിയെയും ഇതുപോലെ ആക്കുമെന്നുമൊക്കെ പ്രതികൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. വ്യാജ മാതാപിതാക്കളെ കോടതിയിൽ ഹാജരാക്കി കേസില്ല എന്ന് പറയിപ്പിക്കാനും പ്രതികൾ ശ്രമിച്ചു. എന്നാൽ സെൻകുമാർ ഒറിജിനൽ മാതാപിതാക്കളെ വിവരം അറിയിച്ച് അവർ എത്തിയതോടെ പ്രതികൾക്കത് തിരിച്ചടിയായി. അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറയാൻ പെൺകുട്ടിക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ടേയിരുന്നു. പെൺകുട്ടി പറയുമ്പോഴാണ് ഇത്രയും ഉന്നതരുണ്ടെന്നും പ്രതികൾ എല്ലാ രീതിയിലും സ്ട്രോങ് ആണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും അഡ്വക്കേറ്റ് സുബലക്ഷ്മിയും തിരിച്ചറിയുന്നത്. ജാമ്യത്തിലിറങ്ങി കോടതിയിൽ നിന്നും പുറത്തു വരുമ്പോൾ SI ലക്ഷ്മിക്കുട്ടി ആ പെൺകുട്ടിയുടെ മുഖം ഒരു തുണി കൊണ്ട് മറച്ചു പിടിച്ചു. അന്ന് അവൾ അത് എന്തിനാണ് എൻ്റെ മുഖം മറച്ചു പിടിക്കുന്നതെന്ന് ആ SIയോട് ചോദിച്ചു. അതിന് നല്ലവളായ ആ പോലീസുകാരി പറഞ്ഞത്, നിന്നെ വേട്ടയാടാൻ എല്ലാവരും പുറത്തുണ്ട്. ഒന്ന് നിന്റെ മുഖം കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. വിതുര കേസിലെ പിന്നീട് ബാക്കി പ്രതികളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പെൺകുട്ടി കോടതിയോട് പറഞ്ഞു. ഭീഷണി കാരണമോ എന്താണ് പെൺകുട്ടി അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷേ അവളെ അപായപ്പെടുത്താൻ പല തവണ പ്രതികൾ ശ്രമിച്ചിരുന്നുവെന്ന് പറയുന്നു. കുറ്റവിമുക്തനായ ജഗദീഷ് ശ്രീകുമാർ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് സത്യം ജയിക്കട്ടെ എന്നായിരുന്നു. 1-ാം പ്രതിയായ സുരേഷ് അടക്കമുള്ള 6 പ്രതികൾ അന്ന് ഒളിവിൽ പോയി. 18 വർഷങ്ങൾക്ക് ശേഷം സുരേഷ് 2014 കോടതിയിൽ സറണ്ടറായി. 15 മാസം ഇയാൾ ജയിലിൽ കിടന്നിട്ട് ഇയാൾ ജാമ്യത്തിലിറങ്ങി. വീണ്ടും ഇയാൾ ഒളിവിൽ പോയി. കോടതി സുരേഷിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. 2019 ഹൈദരാബാദിൽ വച്ച് ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ പിടിച്ചു. ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇയാൾ കടന്നു കളഞ്ഞു. കേസിൻ്റെ മിക്ക പ്രതികളെയും 2-ാം ഘട്ടത്തിൽ വെറുതെ വിട്ടതറിഞ്ഞതോടെ സുരേഷ് വീണ്ടും കോടതിയിൽ കീഴടങ്ങി. തന്നെയും വെറുതെ വിടുമെന്നായിരുന്നു ഇയാളുടെ ധാരണ. എന്നാൽ പെൺകുട്ടി ഇയാളെ തിരിച്ചറിഞ്ഞു. അനാഥയായ ഒരു സ്ത്രീയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എനിക്ക് പെൺകുട്ടികൾ ഉണ്ടെന്നും എനിക്ക് ജീവിക്കണമെന്നുമൊക്കെ സുരേഷ് കോടതിയോട് പറഞ്ഞു. മാത്രമല്ല ഇയാൾ ഒരു അനാഥാലയം നടത്തുന്നുണ്ടെന്നും പറഞ്ഞു. ഇതൊന്നും അവിടെ വില പോയില്ല. ഇയാൾക്ക് 24 വർഷം തടവും 1,09,000 രൂപ പിഴയും കോട്ടയത്തെ സ്പെഷ്യൽ ജഡ്ജി ജോൺസൺ ജോൺ വിധിച്ചു. പക്ഷേ ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കേണ്ടതിനാൽ 10 വർഷത്തെ ശിക്ഷ ഇയാൾക്ക് അനുഭവിച്ചാൽ മതിയെന്നും പറഞ്ഞു. വെറും 10 വർഷത്തെ ശിക്ഷയാണ് ഈ ഒരു മനുഷ്യപിശാചിന് കിട്ടിയതെന്നത് കഷ്ടം. ഇപ്പോൾ ആ പെൺകുട്ടി ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് എവിടെയോ സുരക്ഷിതമായി